നിങ്ങളിപ്പോൾ കോസ്റ്റ്കോ എന്ന് പറഞ്ഞൊരു കമ്പനി അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവരുടെ ഔട്ട്ലെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളതിൻ്റെ ബില്ലടയ്ക്കാനോ അല്ലെങ്കിൽ അകത്തോട്ട് എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ഒരു ബൈബിൾ വചനം എഴുതി വെച്ചിട്ടുണ്ടാകും. അതുമല്ല ഇവരുടെ ഷോപ്പുകൾ അല്ലെങ്കിൽ കോഫി ഷോപ്പുകൾ, മറ്റുള്ള സംഭവങ്ങൾ, ഇപ്പം ഇൻ ആൻഡ് ഔട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു ബർഗറിൻ്റെ ഒരു കമ്പനിയുണ്ട്. അപ്പം ആ ഒരു സ്ത്രീയാണ് നടത്തുന്നത്, അവരാണ് അതിൻ്റെ CEO, അവരുടെയാണ് അതിൻ്റെ മേജർ സ്റ്റേക്ക് ഹോൾഡർ. ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാലേ മനസ്സിലാക്കത്തുള്ളൂ. ഇവരെ പറ്റിയുള്ള വെബിൽ വായിച്ച് നോക്ക്. ഇവർ ബേസിക്കലി ഒരു ഹാർഡ് കോർ ബിലീവറാണ്. ഇതാണ് ഈ അമേരിക്കൻ കമ്പനികളുടെ പ്രത്യേകത. അവർ ഈ പറയുന്ന ഇന്ത്യയിൽ ഈ അറ്റാക്ക് നടക്കുന്നു, അത് നടക്കുന്നു, ഇത് നടക്കുന്നു ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക അവർ പിന്നെ മൈൻഡ് ചെയ്യത്തില്ല. എല്ലാ വർഷവും അമേരിക്കയിൽ മാക്ഡൊണാൾഡ്, ഏറ്റവും കൂടുതൽ കുട്ടികളും നമ്മളൊക്കെ കാണുന്ന ചെയിനാണ് മാക്ഡൊണാൾഡ് ചെയിൻ എന്ന് പറയുന്നത്. അമേരിക്ക പ്ലസ് ക്രിസ്ത്യൻ കൺവെൻഷൻ നടത്തുന്ന കമ്പനിയാണ് എല്ലാ വർഷവും ചെറുപ്പക്കാരെ വെച്ച്. അമേരിക്കയിലെ ഉരുവപ്പെട്ട എല്ലാ ജയൻസ് കമ്പനി, അതായത് വലിയ കമ്പനികൾ, ഇവരെല്ലാം ഹാർഡ് കോർ ക്രിസ്ത്യൻസ് ആണ്. അവരുടെയൊക്കെ വരുമാനത്തിൻ്റെ ഇത്ര ശതമാനം അവർ ഈ ഗോസ്പലിനും പരിപാടിക്കൊക്കെ മാറ്റിവെക്കും. അത് ഈ ലോകം മുഴുവനും അത് സഞ്ചരിക്കും. ഇതാണ് അതിൻ്റെ കാര്യം. അതേ സെയിം പാതയാണ് കൊറിയൻ കമ്പനികൾ പിന്തുടരുന്നത്. ഇപ്പം കഴിഞ്ഞിടയ്ക്ക് കൊറിയയുടെ പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ അങ്ങാണ്ട് ഇന്ത്യ വന്നിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, കൊറിയ ഒരു സമയത്ത് ബുദ്ധിസ്റ്റ് രാജ്യമായിരുന്നു. കൊറിയയിലെ മെജോറിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കലും കാത്തലിക്സും ആണ്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കലാണ്. ഈ കമ്പനികളൊക്കെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ അവർ രാവിലെ ഓഫീസ് തുടങ്ങുന്നതിന് മുമ്പ്, നമ്മൾ ഈ ചില ക്രിസ്ത്യൻ ഈ ആശുപത്രികളിലൊക്കെ നിങ്ങൾ കണ്ടാണ്, സ്കൂളുകളിലൊക്കെ പ്രാർത്ഥന. ഈ കൊറിയയിലെ ചില കോർപ്പറേറ്റ് കമ്പനി അതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത ഒരാൾ പറഞ്ഞതാണ്, ഹുൻഡായി എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരാൾ പറഞ്ഞ, അവിടെ അതിന് മുമ്പ് അതിൻ്റെ അകത്തൊരു പ്രെയറുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് പങ്കെടുക്കാം, അല്ലാത്തവർക്ക് പങ്കെടുക്കാതിരിക്കുക. അതിന് ശേഷമാണ് ഇവർ തുടങ്ങുന്നത്. അത് മനസ്സിലാക്കുക. ഈ ഗ്ലോബലായിട്ടുള്ള ജയൻറ്റ്, അതായത് വലിയ വലിയ കമ്പനികൾ, പ്രത്യേകിച്ച് അമേരിക്കൻ കമ്പനികൾ, അതേപോലെ ക്രിസ്ത്യൻ നേഷൻസ്, ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അതിൻ്റെ അത് കൂട്ടണ്ട. ഈ പറയുന്ന കൊറിയ എടുക്കാം, ചില ജാപ്പനീസ് കമ്പനി എടുക്കാം. ഇവർക്കൊക്കെ അവരുടെ ഇത്ര ശതമാനം വെച്ചത് കൊടുക്കുന്നുണ്ട്.